നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷവധവും ഭൂദേവി മോചനവുമെന്ന 13ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദന്ത്യേതത് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനഗരീഹി. ഇനി പ്രസ്തുതത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദതി ഏതത് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ട്യോ മുഷ്ട്യാ സഹ ഖലു വിദുദൻ ത്വാം സമതനോത് ഗളന്മായേ മായാഹ ത്വയി കില ജഗന്മോഹനഗരീഹി. ഇനി പ്രസ്തുതത്തിൻ്റെ അന്വയം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. തതഃ ദൈത്യേ കാലപ്രതിമരുഷി ശൂലം വിസൃജതി സതി ത്വയി ഏതത് കരകലിതചക്രപ്രഹരണാത് ഛിന്ദതി സതി സഹ സമാരുഷ്ടഃ മുഷ്ട്യാ ത്വാം വിദുദൻ ഖലു ഗളന്മായേ ത്വയി ജഗന്മോഹനഗരീഹി മായാഹ സമതനോത് കില. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാലനെപ്പോലെ ദുഷ്ടനായ ആ ഹിരണ്യാക്ഷൻ അപ്പോൾ ശൂലമെടുത്ത് ഭവാനെ എതിരിട്ടപ്പോൾ അവിടുന്ന് സ്വഹസ്തത്തിലുള്ള സുദർശന ചക്രം ഉപയോഗിച്ച് ആ ശൂലത്തെ ഛിന്ന ഭിന്നമാക്കി. അതിനാൽ കൂടുതൽ പ്രകോപിതനായ രോഷം പൂണ്ട ആ ഹിരണ്യാക്ഷൻ അങ്ങയെ മുഷ്ടി കൊണ്ട് പ്രഹരിക്കാൻ ആരംഭിച്ചു. മായാവിഹീനനായ അങ്ങയുടെ നേരെ വിശ്വസമ്മോഹനമായ മായാപ്രയോഗങ്ങൾ ചെയ്ത ആ അസുരൻ്റെ വിഡ്ഢിത്തങ്ങൾ അതിശയകരമാകുന്നു.